നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആ വിവരം നമ്മൾ അറിഞ്ഞതാണ്. നിയന്ത്രണം ഉണ്ടാകും. അരമണിക്കൂറോളമാണ് പവർ കട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഇതിനെ വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വിമർശിച്ചിട്ടുണ്ട്. ആദ്യം രാഹുലിന്റെ വിമർശനത്തിലേക്ക്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ലോഡ് ഷെഡിങ്ങിനെയും നേരത്തെയും രൂക്ഷമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പവർ കട്ട് ഉണ്ടാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ വീണ്ടും വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുലിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന വാക്കുകൾ ഇപ്രകാരം: വീട് കൊള്ളയടിക്കുന്നവർ കുറുവ സംഘം, കൊള്ളയടിച്ചിട്ട് ഫ്യൂസും അടിച്ചുകൊണ്ട് പോകുന്നത് ഡാഷ് സംഘം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിമർശനം. മാത്രമല്ല, 2024 ഏപ്രിലിൽ വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഒരു ചോദ്യം: ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായി എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് വിമർശനം രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. കേട്ടിട്ടില്ലാത്തവർക്കായി പവർ കട്ട് അനുവദിച്ച പിണറായി സർക്കാർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രത്തോടെയാണ് ഇത്തരത്തിലൊരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഡാഷ് സംഘം എന്ന് വിളിച്ചത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതായത് മുഖ്യമന്ത്രിയുടെ ഡാഷ് മോൻ പ്രയോഗം, ഇതിനെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിൽ കൊള്ളയടിച്ചിട്ട് ഫ്യൂസും അടിച്ചുകൊണ്ട് പോകുന്നത് ഡാഷ് സംഘമാണ് എന്ന വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പവർ കട്ടല്ല, കെ കട്ടാണ്. കെ കട്ട് സമയത്ത് കെ കാറ്റ് ബെസ്റ്റാണ്. ഏത് ഡാഷ് മോനാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരത്തെ വിമർശനം. എന്തായാലും വിമർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതും സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയുമുള്ള വിമർശനമാണ് രാഹുൽ നിരന്തരം നടത്തുന്നതെന്നതും ശ്രദ്ധേയം. എന്തായാലും രാഹുലിൻ്റെ വിമർശനത്തിന് എന്തൊക്കെയാണ് കമൻറ്റുകൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. പിണറായി വിജയൻ നയിക്കുന്ന ഡാഷ് സംഘമാണ് ഇത്തരത്തിൽ ഇത് ചെയ്യുന്നതെന്നാണ് ഒരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കറണ്ട് കട്ട് 4-ാം തീയതിക്ക് ശേഷം LDF കട്ട് എന്നാണ് മറ്റൊരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി ആര് ചോദിച്ചാൽ പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണം മാത്രമാണെന്ന് പറയാൻ ആ പാർട്ടി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നതടക്കമുള്ള നുണ പറയാൻ LDF അല്ലാതെ വേറെ ആരുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിൽ നിറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നുണ്ട്. പണ്ട് കാണാത്ത പലതും അങ്ങനെ ഈ കാലത്ത് കാണാറുണ്ട്. ഒരു MLA ബാക്ക് ടു ബാക്ക് റേപ്പ് ചെയ്യുന്നതും ഗർഭിണിയായ കാമുകിമാരെ ഭീഷണിപ്പെടുത്തി ഭ്രൂണഹത്യ നടത്തിക്കുന്നതും ആ പിഴച്ച സന്തതിയെ ആരാധിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ഈ കാലത്ത് കാണുന്നില്ലേ? അതിനിടയിൽ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നായിരുന്നു രാഹുലിനോടുള്ള ചോദ്യം. 3-4 കുട്ടികളെ വയറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡാഷ് മോനാണ് എന്നതടക്കമുള്ള വിമർശന കമൻറ്റുകൾ നിറയുന്നുണ്ട്. ഇങ്ങനെ ഈ കമൻറ്റ് ബോക്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രതിരോധമാണ്. നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിനെതിരെയുള്ള പ്രതിരോധങ്ങളാണ് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. രൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കമൻറ്റിലൂടെ ജനം അറിയിക്കുന്നുണ്ട്. രാഹുലിനെ അനുകൂലിക്കുന്നുമുണ്ട്. രാഹുൽ, നിങ്ങൾ ഇങ്ങനെ തന്നെ പോരാടണം, ഇങ്ങനെ തന്നെ സർക്കാരിനെതിരെ പോരാട്ടം നയിക്കണം എന്നാണ് എല്ലാവരും ഈ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ കുറിക്കുന്നത്. അതേസമയം കഠിനമായ ചൂടിൽ ജനം വലയുമ്പോൾ വൈദ്യുതി ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ കെ റെയിൽ, കെ ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ പേരിനൊപ്പമുള്ള കെ ഉപയോഗിച്ച് വൈദ്യുതി തടസ്സത്തെ കെ കട്ട് എന്ന് രാഹുൽ നേരത്തെ വിമർശിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനവുമായി രംഗത്ത് വരികയായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനാൽ ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. എല്ലാ ദിവസവും വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും. KCB ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത്. പീക്ക് അവറിൽ വാഹന ചാർജിംഗ് പാടില്ല. AC താപനില 24-നും 26-നും ഇടയ്ക്കും ക്രമീകരിക്കണം. വൈദ്യുതി വിതരണം തടസ്സരഹിതമായി നിർവഹിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണം KCB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ പൂർണ്ണമായി ഒഴിവാക്കി പകൽ സമയത്ത് ഈ ഒരു സമയത്തേക്ക് ക്രമീകരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ രാത്രി AC-യുടെ ഉപയോഗം ഒഴിവാക്കാനാവില്ല എന്നതിനാൽ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാക്കി നിലനിർത്തണം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം ഈ സമയത്ത് പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും പീക്ക് അവറിൽ ഒഴിവാക്കണം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ അണയ്ക്കണമെന്ന് ഉന്നതതല യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്താകെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ
പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് യോഗത്തിൽ അറിയിച്ചു. ആവശ്യകതയുടെ 70% വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്ന സംസ്ഥാനമെന്ന നിലയിൽ ഇത് പ്രതിസന്ധിയാകുന്നതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു. കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടും. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയിൽ പ്രതിവർഷമുണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും എസിയുടെ ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ പാചകത്തിന് ഇൻഡക്ഷൻ കുക്കറിനെ അധികമായി ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായതെന്ന് യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും വിലയിരുത്തും. വൈദ്യുതിയുടെ ഉത്തരവാദിത്തപൂർണ്ണമായ ഉപയോഗം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ഉത്തരവാദിത്തത്തോടെ, വളരെ സംയമനത്തോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വളരെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പവർ കട്ട് ഇടത് സർക്കാർ വിളിച്ചു വരുത്തിയതെന്നും ചെന്നിത്തലയുടെ വിമർശനം. KSEBിക്ക് അനാസ്ഥയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആവശ്യത്തിന് വൈദ്യുതി വിതരണത്തിന് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാതിരുന്നത് വൈദ്യുത ബോർഡിന്റെ അനാസ്ഥയുടെ അങ്ങേയറ്റമാണെന്നും രമേശ് ചെന്നിത്തലയുടെ വിമർശനം. സംസ്ഥാനത്തിന് അടുത്ത 25 വർഷത്തേക്ക് വൈദ്യുതി ലഭിക്കാനുള്ള 2 ദീർഘകാല കരാറുകൾ UDF സർക്കാർ ഒപ്പുവെച്ചത് നിസാര സാങ്കേതിക പ്രശ്നം പറഞ്ഞ് റദ്ദാക്കി കേരള ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. കേരളത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ വേണ്ടി ഉയർന്ന വിലയ്ക്ക് ഒപ്പിട്ട ഹ്രസ്വകാല കരാറുകളുടെ കാലാവധി അവസാനിച്ചെങ്കിലും ഇത് ഈ ഉഷ്ണകാലത്തിൽ തുടരാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്താൻ സർക്കാരിനായില്ല. ഇത്രയും ജനദ്രോഹപരമായ ഒരു സർക്കാരും നോക്കുകുത്തിയായ ഒരു വൈദ്യുത ബോർഡും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഈ നോക്കുകുത്തിയായ ബോർഡിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ശക്തമായ തീരുമാനമുണ്ടാകണം. രാത്രിയിൽ ഒരു കാരണവശാലും വൈദ്യുതി നിയന്ത്രണം കേരളത്തിൽ ഏർപ്പെടുത്തരുത്. ജനങ്ങളെ ഇത്തരത്തിൽ ശിക്ഷിക്കാൻ സർക്കാർ തയ്യാറാകരുതെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്തായാലും കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നതിനിടെയാണ് ജനങ്ങളെ വലച്ച് KSEBിയുടെ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിലെന്ന് വൈദ്യുതി മന്ത്രിയും അധികൃതരും ആവർത്തിക്കുമ്പോഴും പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെന്ന് നേരത്തെ KSEB ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നു. നമുക്കറിയാം, നേരത്തെ അപ്രഖ്യാപിതമായ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രഖ്യാപിത പവർ കട്ടാണ്. അപ്പോൾ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായ സമയത്ത് അത് വൈദ്യുത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്, പവർ കട്ട് അല്ല എന്ന് സർക്കാർ വാദിക്കുമ്പോഴും അതുണ്ടായിരുന്നുവെന്ന് KSEB സമ്മതിക്കുകയുണ്ടായി. പാലക്കാട് നെന്മാറ KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഒരു ദിവസം 2 തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശമുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു. അർദ്ധരാത്രിയിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നെന്മാറ KSEB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നമുക്കറിയാം, ഒരു ദിവസം രാത്രി 12:00 വൈദ്യുതി മുടങ്ങിയതോടെയാണ് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നേരിട്ടു. ഇതിന്റെ പിറ്റേന്ന് പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യ നിയന്ത്രണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന ഉദ്യോഗസ്ഥർ പിന്നീട് പ്രതിഷേധം ശക്തമായതോടെ ലോഡ് ഷെഡിംഗ് ഉണ്ടെന്നും അത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് നിർദ്ദേശമുണ്ടെന്നും സമ്മതിക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് 200 മെഗാവാട്ടിന്റെ വൈദ്യുതി കുറവുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പവർ പോർട്ടലുകളിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്തതാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളാണ് കൂടുതലായും അപ്രഖ്യാപിത പവർ കട്ട് അനുഭവപ്പെടുന്നത്. കൊടുംചൂടിൽ രാത്രി കാലങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങളെ വലിയ തോതിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്. പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന സർക്കാർ അവകാശവാദം നിലനിൽക്കെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇതാ പ്രഖ്യാപിത നിയന്ത്രണവും കൂടി വന്നിരിക്കുന്നു.